കലാപങ്ങളിലൂടെ അധികാരം പിടിക്കുന്ന ബി.ജെ.പി. രീതി കേരളത്തിൽ വിലപ്പോവില്ലെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ.പി.എ. മജീദ്. കേരളത്തിലും അടുത്തിടെ ഇത്തരം ശ്രമങ്ങളുണ്ടായി. കേരളം ഇതിനെതിരെ കരുതിയിരിക്കണമെന്നും മജീദ് പറഞ്ഞു. ഈ അമിത് ഷായുടെ വാക്കുകളെ പ്രസ്താവനയെ മുഖവിലെടുക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ അമിത് ഷാ പോയ എല്ലാ സ്ഥലങ്ങളിലും വലിയ കലാപം ഉണ്ടാക്കിയിട്ടുള്ളത്. തിരുരങ്ങാടിക്കലെ കൊടിഞ്ഞയിൽ ഒരു ചെറുപ്പക്കാരൻ മതം മാറിയതിൻ്റെ പേരിൽ നിഷ്ഠുരമായ കൊലപാതകം ഉണ്ടായി. ആ കൊലപാതകം ഇതുപോലെ ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതുപോലെ കാസർഗോഡ് റിയാസ് മൗലവിൻ്റെ നേരെയുള്ള അക്രമം, അദ്ദേഹത്തെ വധിക്കപ്പെട്ടു, അതും ഇതുപോലെ ലക്ഷ്യമാണ്. ഇപ്പോൾ ഈ അടുത്ത ദിവസം നെൽമ്പൂരിനടുത്തുള്ള ക്ഷേത്ര കവർച്ചയുണ്ടായി. അതും ഒരു വർഗീയ കലാപത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തി. അപ്പോൾ കേരളത്തിൽ ചില വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവമായ പരിശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ മതേതര മനസ്സുമുള്ള രാഷ്ട്രീയ പാർട്ടികളും ഇവിടെയുള്ള എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് നിന്നതുകൊണ്ട് അവരുടെ അജണ്ട ഇവിടെ നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. അവർ പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല. കെ.ആർ. സാജു കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. സാജു, ഇപ്പോൾ അമിത്ഷാ പറയുന്നത് കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് വേണം പാർട്ടിക്ക് മുന്നേറാൻ, അല്ലെങ്കിൽ അത് ഉണ്ടാവില്ല എന്നാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെ അദ്ദേഹം അങ്ങോട്ട് ചെന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ന്യൂനപക്ഷങ്ങളെ ഒപ്പം കൂട്ടാനുള്ള പുതിയ സ്ട്രാറ്റജിയാണ് ബി.ജെ.പി. ഇനി പയറ്റാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട് മുസ്ലിം ലീഗ്. അതിനെ ഗൗരവത്തിലെടുക്കുന്നുണ്ട്. അതിന് തടയിടാൻ ആവശ്യമായ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് അവർ കടക്കാനും പോകുന്നുണ്ട് എന്നാണോ ഇദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നിഷാദ്, തീർച്ചയായും അത്തരം ഒരു വിലയിരുത്തലാണ് ഈ ഘട്ടത്തിൽ നടത്തേണ്ടത്. കാരണം അമിത്ഷാ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്ന കാര്യങ്ങൾ ഒന്ന്, ന്യൂനപക്ഷങ്ങളെ ഒപ്പം കൂട്ടിക്കൊണ്ട് വേണം ബി.ജെ.പി. കേരളത്തിൽ മുന്നോട്ട് പോകാൻ എന്നുള്ളതായിരുന്നു. എന്നാൽ ആ ശ്രമം വിലപ്പോവില്ല എന്നാണ് മുസ്ലിം ലീഗ് വ്യക്തമാക്കുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.പി.എ. മജീദ് വളരെ കൃത്യമായി വ്യക്തമാക്കുന്നു. അമിത്ഷാ പോയ സ്ഥലങ്ങളിലെല്ലാം തന്നെ വർഗീയ കലാപങ്ങൾ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുകയും അതിലൂടെ അധികാരത്തിൽ വരികയുമാണ് ബി.ജെ.പി. അമിത്ഷായും എല്ലായിടത്തും സ്വീകരിക്കുന്ന രീതി. മുസഫർ നഗർ ഉദാഹരണമായി അദ്ദേഹം കണക്കാക്കുകയും ചെയ്യുന്നു. കേരളത്തിലും ഇത്തരം ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി 3 കാര്യങ്ങൾ കെ.പി.എ. മജീദ് എണ്ണിപ്പറയുന്നു. ഒന്ന്, കൊടിഞ്ഞിയിലെ ഫൈസൽ വധം, ഒപ്പം കാസർകോട്ടെ റിയാസ് മൗലവി വധം, ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു ക്ഷേത്രത്തിന് നേരെയുണ്ടായ അക്രമം. ഇത് എല്ലാം തന്നെ സംഘപരിവാർ കലാപം സൃഷ്ടിക്കാനായി കരുതിക്കൂട്ടി നടത്തുന്ന നീക്കങ്ങളാണ്. അത്തരം അമിത്ഷാ മറ്റിടങ്ങളിൽ പയറ്റിയ അതേ തന്ത്രമാണ് കേരളത്തിലും ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കേരളത്തിന്റെ മതേതര മനസ്സ് ഒന്നിച്ചു നിന്നതുകൊണ്ട് മാത്രം ഈ ഘട്ടത്തിൽ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ കേരളം കരുതിയിരിക്കണം എന്ന മുന്നറിയിപ്പ് മുസ്ലിം ലീഗ് നൽകുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് ഒരിക്കലും കൂടാൻ കഴിയാത്ത സംവിധാനമാണ് ബി.ജെ.പി. എന്ന വിലയിരുത്തലും അദ്ദേഹം പ്രധാനമായി നടത്തുന്നു. മുസ്ലിം ലീഗിന്റെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്ന മുസ്ലിം ലീഗിന്റെ പൊളിറ്റിക്കൽ അഡ്വൈസറി കമ്മിറ്റി, ദേശീയ പൊളിറ്റിക്കൽ അഡ്വൈസറി കമ്മിറ്റി യോഗം അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് ആരംഭിക്കും. ലീഗ് അഖിലേന്ത്യാ അധ്യക്ഷൻ ഖാദർ മൊയ്തീൻ അടക്കമുള്ള നേതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ ഹൈദരലി തങ്ങൾ കൂടി എത്തിച്ചേർന്നാൽ യോഗം ആരംഭിക്കുകയും ചെയ്തു. ഇതും ഒപ്പം തന്നെ ബീഫ് വിവാദങ്ങൾ അടക്കമുള്ള വിഷയങ്ങളാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ട. പാർലമെന്റിൽ അടക്കം സ്വീകരിക്കേണ്ട നിലപാടുകൾ, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യം, അക്കാര്യങ്ങൾ ഒക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ച വരും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അമിത്ഷായുടെ ഇപ്പോൾ കേരളത്തിൽ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളും, ഒപ്പം ബീഫുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷ സമുദായങ്ങൾ അടക്കം നേരിടുന്ന വെല്ലുവിളികളും അടക്കമുള്ള വിഷയങ്ങളാണ് അക്കാര്യത്തിൽ ഉന്നയിക്കപ്പെടുന്നത്. കെ.പി.എ. മജീദ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ കൃത്യമായ സൂചകങ്ങളാണ് നൽകിയത്. ഇതിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരായ ചില വിമർശനങ്ങൾ കൂടിയും ഉന്നയിക്കുന്നു. പ്രധാനപ്പെട്ടത് മദ്യനയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിനെയാണ് കെ.പി.എ. മജീദ് ചോദ്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് NOC നൽകാനുള്ള അധികാരം എടുത്തു കളഞ്ഞ സംസ്ഥാന സർക്കാരിന്റെ ആ നടപടി നേരത്തെ അബ്കാരികളുമായി ഉണ്ടാക്കിയ ധാരണയുടെ ഭാഗമാണ് എന്ന വാദമാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. നിഷാദ്, കെ.ആർ. സാജു വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.